2023 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം പദച്ചേരുവ കണ്ടെത്താനാണ്. ഇതിൻ്റെ ആൻസർ ചുള്ളിക്കമ്പാണ്. ചുള്ളിക്കമ്പ്, ചുള്ളി കമ്പ്. ഓക്കെ. രണ്ടാമത്തതിൻ്റെ ആൻസർ അച്ഛനെ തനിച്ചാക്കി ഭാര്യയോടൊപ്പം വീട്ടിൽ നിന്ന് പോന്നതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം, സ്ക്രീനിൽ കാണുന്നുണ്ട്. മൂന്നാമത്തെ ആൻസർ അമ്മയുടെ മനസ്സ് മകന് നന്നായി അറിയുന്നത് കൊണ്ടാണ്. ഓക്കെ. നിർബന്ധിച്ച് അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത് എന്നുള്ള മകൻ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അമ്മയുടെ മനസ്സ് മകന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. ഓക്കെ. നാലാമതായിട്ട് സൂചി പ്രയോഗം എന്ന പദത്തിൻ്റെ വിഗ്രഹരൂപമാണ് സൂചി കൊണ്ടുള്ള പ്രയോഗം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അവിടെ പരാമർശിക്കുന്നത് ആ കഥ അവൾക്കൊരു പ്രത്യേക അരിമത്തം കൂടെ നേടിക്കൊടുത്തു. അവിടെ പരാമർശിക്കുന്ന കഥ ഏതാണെന്നാണ് ചോദിച്ചത്. അത് കൊച്ചു ചക്കരച്ചിയെ വെട്ടാനുള്ള പാട്ടത്തിലെ അപ്പൂപ്പൻ്റെ തീരുമാനത്തെ കുടുംബാംഗങ്ങൾ തടഞ്ഞ കഥയാണ്. ഓക്കെ. ആറാമത്തേതായിട്ട് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്കിൽ എഴുതാനാണ്. അതിൻ്റെ ആൻസർ അങ്ങനെ പാതിരായ്ക്ക് ശേഷം അടുപ്പിൽ തീരിഞ്ഞപ്പോൾ കുടിലിൽ വെളിച്ചമുണ്ടായി. ഇനി ഏഴാമതായിട്ട് ഇവിടെ ഓരോ വിളിയും കാത്തെന്ന കഥയിലെ കഥാസന്ദർഭം കൊടുത്തിട്ടുണ്ട്. അതിന്ന് അച്ഛനെക്കുറിച്ച് ലഭിക്കുന്ന 2 സൂചനകൾ എഴുതാനാണ്. അതിൻ്റെ ആൻസറിൽ അച്ഛന് പ്രകൃതിയോടുണ്ടായിരുന്ന അടുപ്പം, പ്രകൃതിയിലെ ഓരോ സ്പന്ദനവും അച്ഛന് കാണാപ്പാടമായിരുന്നു. കിടന്നിടത്ത് അത് മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. ഈ കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ അമ്മത്തൊട്ടിലെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അമ്മയെ ജില്ലാശുപത്രിക്കരികിൽ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് മകനെ തടഞ്ഞ ഓർമ്മകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ചെറുപ്പത്തിൽ പനി വന്നപ്പോൾ അമ്മ ആശുപത്രിയിലെത്തിച്ചത്, അന്നത്തെ സൂചി പ്രയോഗത്തിൽ ആശ്വാസമായി അമ്മ ഉണ്ടായിരുന്നത്. ഓക്കെ. ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. പാഠസന്ദർഭം വിശകലനം ചെയ്ത് ലേഖകൻ്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുക. നമുക്ക് എന്തെല്ലാം എഴുതാം? അതിൽ വൃക്ഷങ്ങളിൽ വെച്ച് മാവിനുള്ള ഗുണങ്ങൾ എഴുതണം. ഉണ്ണിമാങ്ങ പരുവം മുതൽ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാം രുചികരമാണ്. ആ പോയിന്റ് ഉണ്ടായിരിക്കണം. എല്ലാ രീതിയിലും പ്രയോജനപ്പെടുന്ന വൃക്ഷമാണ് മാവ് എന്നുള്ള കാര്യം എഴുതണം. പിന്നെ കുട്ടികളെയും കവികളെയും എല്ലാം മാവ് സ്വാധീനിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും എഴുതി ചേർക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം എന്ന പഴഞ്ചൊല്ല് ഇവിടെ ഒരു സന്ദർഭം കൊടുത്തിട്ടുണ്ട്. പ്ലാവിലക്കഞ്ഞിയിലെ ഒരു സന്ദർഭം കൊടുത്തിട്ടുണ്ട്. അതിന് അനുയോജ്യമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പഴഞ്ചൊല്ലിൻ്റെ വ്യാഖ്യാനം എഴുതണം. പിന്നെ കഠിനാധ്വാനം ചെയ്യുന്ന കോരന് അത്രയും അധ്വാനം ചെയ്തിട്ടും തുച്ഛമായ കൂലിയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം എഴുതണം. പിന്നെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതി, തൊഴിലാളികളുടെ അവകാശം ഹനിക്കപ്പെടുന്ന ജീവിതാവസ്ഥ എന്നിവയെല്ലാം ചേർത്തിട്ട് വേണം പത്താമത്തതിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ. 11 അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന അമ്മയുടെ ജീവിതാവസ്ഥ വിശകലനം ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ നമുക്ക് എന്തെല്ലാം പോയിന്റ് ചേർക്കാം? അച്ഛൻ്റെ മരണത്തോടെ അമ്മ ഒറ്റപ്പെടുന്നുണ്ട്. താൻ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ അമ്മയെ മൗനിയാക്കുന്നുണ്ട്, അമ്മേനെ സൈലൻ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനില്ലാതായതോടെ അമ്മയുടെ ജീവിതം ശൂന്യമാകുന്നു എന്നുള്ളൊരു തോന്നലും അമ്മയ്ക്കുണ്ട്. ഈ പോയിന്റുകൾ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പച്ചമാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ ചവച്ച് തിന്നാൽ കുത്തിയൊലിക്കുന്ന ഉമിനീരിൻ്റെ വേഗം കൊണ്ട് അണകൾ കോച്ചിപ്പോകും. അപ്പം നമുക്കറിയാം ഇത് ഏത് കഥയിലേതാണെന്ന്. അപ്പോൾ ഇതുപോലെ ആസ്വാദ്യമായ നിരവധി അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ. അത് നിങ്ങളുടെ ഭാഷയിൽ നല്ല രീതിയിൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കണം. 14ാമത്തെ ക്വസ്റ്റ്യനിൽ അമ്മത്തൊട്ടിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. അതിൽ നമുക്ക് എന്തെല്ലാം പോയിന്റ് ചേർക്കാം? കുട്ടിക്കാലത്തെ അമ്മയോടുള്ള സ്മരണകൾ മകനെ വേട്ടയാടുന്നുണ്ട്. അമ്മ നൽകിയ സംരക്ഷണം, അതുപോലെ തന്നെ അമ്മയുടെ ഓർമ്മകൾ മകനിൽ മാനസാന്തരം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഈ പോയിന്റ് എല്ലാം ചേർത്തിട്ട് വിശദീകരിച്ച് വേണം 14ാമത്തെ ആൻസർ എഴുതാൻ. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ കഥാപാത്രമായിട്ടുള്ള അച്ഛനെക്കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. അപ്പം അതിൽ നമ്മൾ ചേർക്കേണ്ടത് അച്ഛന് പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതമായിരുന്നു. അതുപോലെ തന്നെ കഥയിൽ ശക്തമായതും ഒരു അദൃശ്യമായതുമായ ഒരു സാന്നിധ്യമായിരുന്നു അച്ഛൻ്റേത് അല്ലേ? പിന്നെ അച്ഛൻ്റെ വീട്ടുകാര്യങ്ങളിലെ ശ്രദ്ധ, സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു അച്ഛൻ, പഴയ തലമുറയുടെ ഒരു പ്രതീകമായിരുന്നു എന്നൊക്കെ ചേർത്തിട്ട് വേണം അച്ഛനെക്കുറിച്ച് എഴുതാൻ. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ പ്രഭാഷണം തയ്യാറാക്കാനാണ്.
2 കഥയിലെ കഥാസന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആർദ്രമായ കുടുംബ ബന്ധങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഈ 2 കഥാഭാഗങ്ങളും വിശദീകരിച്ച് എഴുതണം. പിന്നീട് അതിലെ 2 കുടുംബത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എഴുതിയതിന് ശേഷം സാമകാലിക കുടുംബ സങ്കല്പം, അണുകുടുംബം, കൂട്ടുകുടുംബം എന്നിവയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ട് അത് ഒരു നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മത്തൊട്ടിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. വാഗ്മയ ചിത്രങ്ങളാണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയെ ആകർഷകമാക്കുന്നത്. തന്നിരിക്കുന്ന സൂചനകളും കവിതയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് പ്രസ്താവനയോട് പ്രതികരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കവിതയിൽ തെളിയുന്ന വാഗ്മയ ചിത്രങ്ങൾ വേണം, അമ്മയുടെ ദൈന്യത കവി വരച്ച് കാട്ടുന്ന ഭാഗങ്ങൾ വേണം, പ്രയോഗഭംഗി കണ്ടെത്തണം. അതുപോലെ തന്നെ മകൻ്റെ ഓർമ്മകളിലൂടെ വ്യക്തമാകുന്ന അമ്മയുടെ വാങ്മയ ചിത്രങ്ങളും എഴുതി ചേർത്ത് നല്ല രീതിയിൽ എഴുതി അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.